Hello everyone, welcome back to my YouTube channel. So today we're going to talk about something very important. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. So I have sorted it like Q&A, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ ഈ ഒരു വിഷയം ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുഖം കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫോർ ഇൻസ്റ്റാഗ്രാം. സോ അതുകൊണ്ടാണ് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്. സോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, please subscribe and support and press the ring button so that you get notified whenever I post a new video. So inother vishayam, again it's about sunscreen. Let's get into the video. വർഷമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായിട്ട് സ്കിൻ കെയർ വ്ളോഗും മേക്കപ്പ് വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വന്നിട്ടുള്ള ഒരു മേജർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടോപ്പിക്കാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സൺസ്ക്രീൻ ഇന്നത്തെ ടോപ്പിക്കായിട്ട് ഞാൻ ചൂസ് ചെയ്തത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഈസ് സൺസ്ക്രീൻ ആൻഡ് വൈ ഇറ്റ് ഈസ് യൂസ്ഡ്? അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത്, സൺസ്ക്രീൻ ഈസ് ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് സൺ ടാൻ, സൺ ബ്ലോക്ക്, അങ്ങനെ പല പേരിലും സൺസ്ക്രീൻ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വാട്ട് ഇസ് സൺസ്ക്രീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഈസിയർ ആൻസർ എന്ന് പറയുന്നത് ബാരിയർ ബിറ്റ്വീൻ അൾട്രാ വയലറ്റ് റേസ് ആൻഡ് അവർ സ്കിൻ. ഇതാണ് ശരിക്കും പറഞ്ഞ സൺസ്ക്രീൻ. അതായത് നമ്മുടെ സ്കിന്നിന് സൺലൈറ്റിൽ നിന്ന് വരുന്ന ഹാംഫുൾ റേസ്, അൾട്രാ വയലറ്റ് റേസിനെ തടഞ്ഞിട്ട് സ്കിന്നിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീന് യൂസ് ചെയ്യുന്നത്. അതാണ് സൺസ്ക്രീനിൻ്റെ ജോലി. അതായത് നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ഒരുപാട് അൾട്രാ വയലറ്റ് റേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യു വി റേസ് ലൈക്ക് UVA, UVB, ഒരുപാട് സ്കിൻ ക്യാൻസർ കോസിങ് ഏജൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളെ സൺലൈറ്റിൽ നിന്ന് വരുന്നത് നമ്മളെ സ്കിന്നിൽ തട്ടുമ്പോൾ ആ സ്കിന്നിനെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ക്രീമിനെയാണ് നമ്മൾ സൺസ്ക്രീൻ എന്ന് വിളിക്കുന്നത്. Okay, I hope you all understand. So this is literally known as a block between this UV rays and our skin. ഓക്കെ, സൺലൈറ്റ് നമ്മളെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് സൺലൈറ്റ് നമ്മളെ സ്കിന്നിൽ തട്ടുമ്പോൾ അതിൽ വരുന്ന UV റേസ് നമ്മൾ ബോഡിയിലെത്തുന്ന സമയത്ത് അത് ക്യാൻസർ കോസിങ് ഏജൻസിനെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അതായത് സ്കിൻ ക്യാൻസർ കോസിങ് ഏജൻസിനെ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ റിങ്കിൾസ്, അതേപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ്, ഒരു പെട്ടെന്ന് ഏജിങ് ആവും നമ്മൾ സ്കിന്നിന് റിങ്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുത്തും. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നത് ഇസ്, ഹൗ മച്ച് സൺസ്ക്രീൻ ഇസ് റിക്വയർഡ് or what is the quantity of sunscreen? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സൺസ്ക്രീനിൽ നമ്മൾ എപ്പോഴും ഒരു നമ്പർ വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. SPF 15, SPF 30, SPF 25, SPF 50, ഇങ്ങനെയുള്ള ഒരുപാട് നമ്പേഴ്സ് വെച്ചിട്ടാണ് സൺസ്ക്രീൻ അറിയപ്പെടുന്നത്. SPF 15 to 15 നമുക്ക് വളരെ കുറച്ച് വേരിയേഷൻസേ വരുന്നുള്ളൂ. കാരണം SPF 15 ആയാലും ചിലപ്പോൾ 97% ഓഫ് UV റേസിനെ തടയും. SPF 50 ആയാലും ചിലപ്പോൾ ഒരു 98% തടയും. സോ വളരെ ചെറിയ വേരിയേഷൻസേ വരുന്നുള്ളൂ. പിന്നെ എത്ര ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതിലാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്യുന്നത് പോലെ അപ്ലൈ ചെയ്താൽ പോരാ സൺസ്ക്രീൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ബിക്കോസ് 2 milligrams എങ്കിലും ഒരു ഐ ഗെസ് ഇറ്റ് ഇസ് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 2 milligrams ഓഫ് പ്രോഡക്ട്സ് എങ്കിലും വേണം. അങ്ങനെ എന്തൊരു കണക്കുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ ക്രീം തേക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് തേക്കണം എന്നാണ് യൂഷ്വലി ഇവർ പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വിച്ച് സൺസ്ക്രീൻ ഇസ് ബെസ്റ്റ്? അങ്ങനെ ഒരു പ്രത്യേക ബ്രാൻഡിനെ പറയുന്നതിനെക്കാട്ടിലും എളുപ്പം എന്ന് പറയുന്നത്, ചില സൺസ്ക്രീൻസ് UV റേസിൽ തന്നെ UVB റേസ്, അതായത് അൾട്രാ വയലറ്റ് B റേസിനെ മാത്രമാണ് തടയുന്നത്, UVA റേസിനെ തടയുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ തടയുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സ്കിന്നിന് നല്ലത്. ഓക്കെ, നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീനിന് എഴുതിയിട്ടുണ്ടാവും, അതായത് UVAനും UVBനെയും തടയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഹൗ ഓഫൻ വി ഷുഡ് അപ്ലൈ ദ സൺസ്ക്രീൻ? എത്ര എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ഡെയിലി നമ്മൾ രാവിലെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഓക്കെ, പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു 4 hours കൂടുന്ന സമയത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നാണ് യൂഷ്വലി പറയുന്നത്.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 hours കഴിയുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും പോവും. പിന്നെ സ്പെഷ്യലി നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ സ്വെറ്റ് ആവും, നമ്മൾ എന്താ പറയുക വേർത്ത് നമ്മളെ മുഖത്തുള്ള ക്രീമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്തെന്ന് വെച്ചിട്ട് എല്ലാ സൺലൈറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും തടയാൻ പറ്റില്ല. എന്നാലും അതിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള ഭാഗങ്ങൾ കുറേയൊക്കെ തടഞ്ഞിട്ട് നമ്മൾ സ്കിന്നിനെ നന്നായിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി റീഅപ്ലൈഡ് എവറി 4 hours. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കൂടുതൽ സ്വെറ്റ് ആകും, 4 hours മുന്നേ നമ്മൾ സ്വെറ്റ് ആവുകയും അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, മുഖം വാഷ് ചെയ്യുകയാണെങ്കിലൊക്കെ തന്നെ നമ്മൾ റീഅപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗേൾസ് യൂഷ്വലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ക്രീം, അതായത് മേക്കപ്പ് പ്രോഡക്ട്സിനകത്തൊക്കെ SPF ഉണ്ടല്ലോ, അപ്പോൾ അത് പോരെ എന്ന് പറയും. ഈ മേക്കപ്പ് പ്രോഡക്ട്സിനകത്തുള്ള SPF നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട് അല്ലേ. നമ്മൾ കുറച്ചേ അപ്ലൈ ചെയ്യുള്ളൂ. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് കൂടുതലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും അത് പോരാ, നമ്മൾ വേറെ സ്പെഷ്യലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ഈസിയർ ആൻസർ. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സൺസ്ക്രീൻ ക്രീം തന്നെ അപ്ലൈ ചെയ്യണം, അല്ലാതെ വേറെ കോസ്മെറ്റിക്സിലുള്ള സൺസ്ക്രീൻ ഫിലിംസ് പോരാ. So the next regular question is, doesn't it cause vitamin D deficiency? Because vitamin D എന്ന് പറയുന്നത് സൺലൈറ്റിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി വരില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ആവശ്യത്തിന് മാത്രം കീപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അതായത് നമ്മളെ ബോഡിയിൽ ഓക്കെ, അതായത് നമ്മളിപ്പോൾ വെയിൽ എത്ര കൊണ്ടു കഴിഞ്ഞാലും നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ആയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വൈറ്റമിൻ ഡി നമ്മുടെ സ്കിന്ന് നമ്മളെ ബോഡി എടുക്കില്ല. ഓക്കെ, അതൊരു ഇക്വിലിബ്രിയം സ്റ്റേജിലോട്ട് എത്തും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മളിപ്പം ഡെയിലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ഏതെങ്കിലും ഒരു ദിവസം ഒരു നേരം നമ്മൾ ആഴ്ചയിൽ വെയിൽ കൊണ്ടാൽ മതി. അതൊരു 15 to 30 minutes നമ്മൾ ഒരു വീക്കിലി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടാൽ മതി. അത് കൊണ്ടാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി കിട്ടും. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഏജ് ആവും, നമ്മൾ സ്കിന്നൊക്കെ ചുളിയാൻ തുടങ്ങും, റിങ്കിൾസ് വരും, അതുപോലെ തന്നെ നമുക്ക് പിന്നീട് പല സൺബേൺ അങ്ങനത്തെ കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. സോ അതിലും നല്ലത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഓൾസോ കോസസ്, നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കോസ് ചെയ്യും. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എങ്ങനെ കോസ് ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. നമ്മൾ സ്കിന്നിൽ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും സ്കിന്ന്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അവിടെ ടാനിങ്ങും, അതായത് നമ്മൾ ഡാർക്ക് ആവുന്നതും, നമ്മൾ അവിടെയുള്ള ഏരിയാസിലൊക്കെ പിഗ്മെൻറ്റേഷൻസ് കൂടുന്നതും, ഡാർക്ക് സ്പോട്ട്സ് വരുന്നതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫിലിം ഇട്ട് കഴിഞ്ഞാൽ, അതായത് സൺസ്ക്രീൻ ഫിലിം ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയറിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഷുഡ് ബി അപ്ലൈ സൺസ്ക്രീൻ ഡ്യൂറിങ് വി ആർ സിറ്റിംഗ് അറ്റ് ഹോം? അതിൽ വരുന്നത് 2 കാര്യമാണ്. ഒന്ന്, നിങ്ങളെ വീട്ടിൽ എത്രത്തോളം സൺ എക്സ്പോഷ്യർ വരുന്നുണ്ട് എന്നുള്ളത് ബേസ് ചെയ്ത് നിങ്ങൾ എത്രത്തോളം വെയിൽ കൊള്ളുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ മുറ്റത്തിറങ്ങി നടക്കുന്നവരുണ്ട്, വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഇപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 15 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ടാൽ മതി എന്ന് പറയുമല്ലോ. ഒരു ഡേ നമ്മളൊരു 7 മിനിറ്റ് കൊണ്ടാൽ മതി എന്ന് പറയും. അങ്ങനെ കൊള്ളുന്ന സമയത്ത് നമുക്ക് വരുന്ന ഹാംഫുൾ ഇഫക്ട്സും പെട്ടെന്ന് തന്നെ വരും. അപ്പം അതുകൊണ്ട് വീട്ടിലാണെങ്കിൽ പോലും നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ സൺസ്ക്രീൻ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് മോർ ഓവർ, നിങ്ങളൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ റെറ്റിനോൾ, AHA, BHA, ഇത്തരം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡേ ടൈമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ടോപ്ഡ് വിത്ത് എ സൺസ്ക്രീൻ ഫോർ ഡെഫിനറ്റ്. ഓക്കെ, മോയ്സ്ചറൈസർ കഴിഞ്ഞതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇനിയിപ്പം നിങ്ങൾ രാത്രിയാണ് ഈ സെറംസ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്യണം, ബിക്കോസ് ഇറ്റ് മേക്സ് യു സ്കിൻ സെൻസിറ്റീവ്, കൂടുതൽ സെൻസിറ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ്, വേർ ഡു വി യൂസ് ദ സൺസ്ക്രീൻ ഇൻ ആർ സ്കിൻ കെയർ റുട്ടീൻ? എത്രാമത്തെയാണ് സ്കിൻ കെയർ റുട്ടീനിൽ സൺസ്ക്രീൻ എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് സൺസ്ക്രീൻ. സ്കിൻ കെയർ റുട്ടീനിലെ ഏറ്റവും ലാസ്റ്റ് പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ. ബിക്കോസ് നമ്മൾ സ്കിന്നിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ പ്രോഡക്ട്സും. സൺസ്ക്രീൻ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന അതായത് ഹാംഫുൾ ആയിട്ടുള്ള ലൈറ്റിനെ തടയാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. സോ സൺസ്ക്രീൻ ഷുഡ് ബി ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റൻ ഇസ്, വിച്ച് ബ്രാൻഡ്സ് ആർ ഗുഡ്? ഏത് ബ്രാൻഡാണ് സൺസ്ക്രീൻ നല്ലതെന്നുള്ള ഏത് ബ്രാൻഡും നിങ്ങൾക്ക് SPF 50 ഉള്ള പാരബിൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, ക്രുവാലിറ്റി ഫ്രീ, വേഗൻ ആയിട്ടുള്ള ഏത് സൺസ്ക്രീനും 50 SPF 15 to 50 മിനിമം നിങ്ങളൊരു 30 to 50 യൂസ് ചെയ്യുക. 50 ഉള്ളത് യൂസ് ചെയ്യുക. ആൻഡ് അത് ബ്രോഡ് സ്പെക്ട്രം SPF ആണെന്നും കൂടി ഉറപ്പ് വരുത്തുക. ദാറ്റ് മീൻസ് UVAയും UVBയും തടയുന്ന
സൺസ്ക്രീൻ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ ഐ ഗെസ് ഐ ഹാവ് covered all the questions regarding sunscreenനെ കുറിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. If there is anything left over, please comment down below, and if you like this video, please like and share and subscribe and support me. So yeah, that's it. നിങ്ങളുടെ സ്കിൻ കെയർ വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും കൂടുതൽ സ്കിന്നിൽ സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ സ്കിൻ ലുക്സ് ഫാർ മോർ ഹെൽത്തിയർ ദാൻ ദി അതർ സ്കിൻ എന്നുള്ളതാണ്. അപ്പം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ സ്കിന്നിനെ കെയർ ചെയ്യുക. പെട്ടെന്ന് ഏജ് ആവാതെ എന്നും ചെറുപ്പക്കാരായിട്ട് നിൽക്കാൻ പറ്റത്തെ. സോ യാ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.